കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ തിരുനാമത്തിലുള്ള വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 12-ാമത്തെ അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നത്. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ്ലീഹ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനുള്ള പ്രബോധനങ്ങൾ നൽകുന്നു. പ്രബോധനം എന്നതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അധികാരത്തിൻ്റെയും അതേസമയം ഒരു അപേക്ഷയുടെയും ധ്വനി ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരാഖലയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇത് പൗലോസ്ലീഹ പരിശുദ്ധാത്മ പ്രേരണയാൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. മൂലകൃതിയിലെ ഓരോ വാക്കും പരിശുദ്ധാത്മാവ് നൽകിയ വാക്കുകളാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള വാക്കുകളാണ്. മനുഷ്യനെ അവന് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ വിശുദ്ധീകരിച്ച് അവനെ ശക്തീകരിച്ച് അവനിലൂടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ വാക്കൊക്കെ വളരെ അർത്ഥപൂർണ്ണമാണ്. പുതിയ നിയമത്തിൽ സ്നേഹത്തിൻ്റെ അധികാരമുണ്ട്. പിതാവിന് മക്കളോടുള്ള അധികാരം അത് ഭീഷണിപ്പെടുത്തുന്ന അധികാരമല്ല, പോലീസ് അധികാരമല്ല, അത് സ്നേഹത്തിൻ്റെ നിർബന്ധമാണ്. സ്തോത്രം. അങ്ങനെയുള്ളൊരു വാക്കാണ് പരാക്കലയോ എന്നുള്ള വാക്ക്. അതെ, സ്നേഹപൂർവമായ ആ നിർബന്ധം, ദൈവത്തോട് നമ്മളുടെ ബന്ധം അതാണ്. സ്തോത്രം. എൻ്റെ കർത്താവ്, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ സ്വർഗീയ പിതാവ്, എൻ്റെ ജീവനവിശ്വാസവും തൃക്കൈകളിലുള്ളവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, സ്തോത്രം, എൻ്റെ ഉടമസ്ഥനായവൻ. ആ ഒരു ഹൃദ്യമായ ബന്ധമാണ് നമുക്ക് ദൈവത്തോടുണ്ടാകേണ്ടത്. ആ ബന്ധത്തിൽ നിന്ന് ഉളവാകുന്നതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത്. ആ ബന്ധം നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി നിർബന്ധപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ പൗലോസ്ലീഹ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ചില ആളുകൾ യേശുക്രിസ്തു ലളിതമായി സുവിശേഷം അവതരിപ്പിച്ചെന്നും സുവിശേഷകന്മാർ അത് ലളിതമായി അവതരിപ്പിച്ചെന്നും പൗലോസ്ലീഹ അത് ഭയങ്കര സങ്കീർണമാക്കി ആകെ കൂടി മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി തീർത്തു എന്നുമൊക്കെ ഇങ്ങനെ ആരോപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, പൗലോസ്ലീഹ അതാകെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്ന്. എൻ്റെ പൊന്നു സൗരങ്ങളിൽ മാത്രമല്ല, ചില ആളുകൾ യേശുക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് പൗലോസ്ലീഹ ഉപദേശിച്ചതെന്നൊക്കെ പോലും പറയാം. അത് ചൊവ്വേ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള തെറ്റായ ആശയങ്ങൾ പലരും രൂപപ്പെടുത്തുന്നത്. അങ്ങനെയല്ല, യേശുക്രിസ്തു പഠിപ്പിച്ച അതേ ഉപദേശം പൗലോസ്ലീഹ പറയുക. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച പൗലോസ്ലീഹ കേട്ടില്ലായിരുന്നല്ലോ. അതാണ് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു 3.5 കൊല്ലം ശുശ്രൂഷിച്ച, ജഡത്തിൽ പാർത്ത് ശുശ്രൂഷിച്ച സമയം പൗലോസ് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ട ശേഷം ദമസ്കോസിൻ്റെ പട്ടണവാതിക്കൽ വെച്ച് അവന് ആ മാനസാന്തരം ഉണ്ടായ ശേഷം 3 വർഷം അറേബ്യയിൽ താൻ സമയം ചെലവഴിച്ച സമയത്ത് യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളുമെല്ലാം ഒരു ദർശനമായി പൗലോസ്ലീഹായ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദർശനമായി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ നേരിട്ട് പൗലോസ് കേൾക്കുന്ന അനുഭവം അവനുണ്ടായി. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു ലൈവ് വീഡിയോ പോലെ കർത്താവ് അവനതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു.
അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് പൗലോസ്ലീഹ ഒരു പ്രത്യേക കാര്യം പറയുന്നു. മറ്റ് അപ്പസ്തോലന്മാർ നേരിട്ട് കേട്ട അപ്പോസ്തലന്മാർ എഴുതാൻ വിട്ടുപോയതുപോലും എഴുതിയിട്ടുണ്ട്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞത് ഓർത്തു എന്നുള്ളതിനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നേരിട്ട് കേട്ടത് ഓർത്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പൗലോസേ, നീ എവിടെയാണ് കേട്ടത്? ഞാൻ ആ ദർശനത്തിൽ കേട്ടു. യേശു ക്രിസ്തു സ്തോത്രം പഠിപ്പിച്ചത് മുഴുവൻ കേട്ടു. അതിന് ഒരു നല്ല തെളിവായിട്ട് നമുക്ക് ഈ റോമാലേഖനം 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ്ലീഹ താൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ടാണ് ഞാനത് പ്രാപിച്ചത്. ഇത് മാനുഷികമല്ല, മനുഷ്യരോട് ഞാൻ പഠിച്ചിട്ടില്ല. നേരത്തെ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരുടെ ഒരു ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ വായിൽ നിന്നുള്ള ആ വാക്കുകൾ കേട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരാളായിരുന്നില്ല പൗലോസ്. ദൈവത്തിൽ നിന്ന് നേരിട്ട് മറ്റപ്പോസ്തലന്മാർ പ്രാപിച്ചതുപോലെ ദൈവിക വെളിപ്പാടിലും പ്രബോധനങ്ങളും ഉപദേശങ്ങളും പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ട അനുഭവം പൗലോസിനുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതിന് ഒരു ഉപോത്ബലകമായി ഒരു പിൻബലമായിട്ട് നമുക്ക് ഈ ഭാഗത്തെ കാണാൻ കഴിയും. 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ യേശു പഠിപ്പിച്ചത് തന്നെ പൗലോസ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു, വിശദീകരിച്ചു. അപ്പോൾ യേശുവും പൗലോസും കോൺട്രഡിക്റ്റിംഗ് ആയിരുന്നില്ല, പരസ്പരം ഒരേപോലെ കർത്താവ് പഠിപ്പിച്ചത് ഈ പൗലോസ് പിന്നെയും അവിടെ ഒന്നും കൂടി പ്രതിധ്വനിപ്പിക്കുകയായിരുന്നു. ദിസ് പോൾ വാസ് സിംപ്ലി എക്കോയിങ് വാട്ട് ദ ലോർഡ് ഹിംസെൽഫ് ഹാഡ് ടോട്ട്. അല്ലാതെ പൗലോസിൻ്റെ ഒരു ഉപദേശവുമല്ല, ഇത് കർത്താവ് പഠിപ്പിച്ച ഉപദേശം തന്നെയാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചാർട്ട് പോലെ ചില ദൈവദാസന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബഹുമാന്യനും പ്രസിദ്ധനുമായിരുന്ന പ്രഗത്ഭ വേദ പണ്ഡിതനായിരുന്ന ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ഭക്തൻ താൻ ഒരു ചാർട്ട് പോലെ, ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതൊന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഉദാഹരണമായി 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക. റോമർ 12-14 വാക്യത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് പൗലോസിൻ്റേതല്ല, കർത്താവ് പഠിപ്പിച്ചത് തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞത് തന്നെ പൗലോസ് ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് 12:17 റോമർ 12:17 പൗലോസ് പ്രബോധിപ്പിക്കുന്നു. പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നതാണ് നല്ലത്. പൗലോസ് പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഒരാൾ നമ്മളോട് ദ്രോഹം ചെയ്താൽ തിന്മയ്ക്ക് പകരം നമ്മൾ ഒരിക്കലും തിന്മ ചെയ്യരുത്. നമ്മൾ എപ്പോഴും അവൻ എന്നോട് ചെയ്യുമ്പോൾ ഞാൻ അവനോട് ചെയ്യുമെന്നേ, അവനെന്നെ അങ്ങനെ പറയുന്നവരുണ്ട്. അവൻ തിന്മയാ ചെയ്തെങ്കിലും നിങ്ങൾ തിരിച്ച് തിന്മ ചെയ്യാൻ പാടില്ല. മനുഷ്യൻ്റെ സ്വഭാവം നന്മ ചെയ്താൽ തിരിച്ച് തിന്മയാണ് ചെയ്യുന്നത്. പക്ഷേ തിന്മ ചെയ്താൽ പോലും തിരിച്ച് നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ വളരെ വികലമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. വാളെടുക്കാൻ പറഞ്ഞെന്നും യുദ്ധത്തിൽ തയ്യാറായിക്കോളാൻ പറഞ്ഞെന്നും ഒക്കെ തെറ്റായി പഠിപ്പിക്കുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ സന്ദർഭം മനസ്സിലാക്കാതെയും ഒക്കെ ഒരു ദോഷൈക ദൃക്കുകളോടുകൂടെ ദുർവ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഒടുവിൽ പറഞ്ഞു, ആട്ടെ ഞാൻ നിങ്ങളെ ഈരണ്ടായി അയച്ചപ്പോൾ നിങ്ങൾക്ക് വല്ല കുറവുണ്ടായില്ല, എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, പൊക്കണമുള്ളവൻ അത് എടുക്കട്ടെ, മടിശീലുള്ളവൻ അത് എടുക്കട്ടെ, വസ്ത്രമുള്ളവൻ അത് എടുക്കട്ടെ. അല്ല, ആർക്കെങ്കിലും വാളില്ലെങ്കിൽ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ എന്ന് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞത് എന്താണ്? വാൾ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്നുള്ള വ്യാഖ്യാനം. ഒരു യോദ്ധാവ് യുദ്ധത്തിനിറങ്ങുമ്പോൾ വാൾ എത്രമാത്രം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതുപോലെയാണ് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. വചനം പഠിക്കാതെയും വചനമില്ലാതെയും ഒരാൾ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങരുത്. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇത് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവിടെ 2 വാളുണ്ടെന്ന് പറഞ്ഞു. ഇനഫ് ഓഫ് ടച്ച് സച്ച് ടോക്ക് എന്ന മതി എന്ന് കർത്താവ് പറഞ്ഞവരെ ശാസിക്കുകയായിരുന്നു. മതി എന്ന് പറഞ്ഞാൽ ഇനഫ് ഓഫ് സച്ച് ടോക്ക് എന്ന ആ കർത്താവ് പഠിപ്പിച്ചത്. തിന്മയ്ക്ക് പോലും തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പോലും തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞ കർത്താവ് വാലെടുക്കാൻ പഠിപ്പിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്ന എത്രയോ വികലമാണ്. അപ്പോട്ടെ, തിന്മയ്ക്ക് പകരം
തിന്മ ചെയ്യരുത് എന്ന് പൗലോസ് പറയുമ്പോൾ സ്തോത്രം, കർത്താവ് പറഞ്ഞ മത്തായി 5:39 കർത്താവ് പറഞ്ഞ ദുഷ്ടനോട് എതിർക്കരുത്. തിന്മ ചെയ്യുന്നവനെ തിന്മ കൊണ്ട് എതിർക്കരുത്, ദുഷ്ടനോട് എതിർക്കരുത്. മത്തായി 5:39 കാണുന്നുണ്ട്. അടുത്തത് പൗലോസ്ലീഹ പറയുകയാണ് 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 14-ാം അധ്യായത്തിൻ്റെ 18-ലും 14-ാം അധ്യായത്തിൻ്റെ 19-ലും പറയുന്നു, കഴിയുമെങ്കിൽ സകലരോടും സമാധാനമായിരിപ്പീൻ. 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും പറയുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പീൻ. സ്തോത്രം. ഓക്കെ, അങ്ങനെ കർത്താവ് പഠിപ്പിച്ചു. 14-19 ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർത്തനയ്ക്കുള്ളതിന് ശ്രമിച്ചുകൊള്ളുവീൻ. അങ്ങനെ പൗലോസ് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. മത്തായി 5:9, മർക്കോസ് 9:50. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചത് തന്നെ പൗലോസ് ഇവിടെ എക്കോ ചെയ്യുകയാണ്. എന്നിട്ട് 12:20 റോമർ 12:20 കർത്താവ് പൗലോസ് പ്രബോധിപ്പിക്കുന്നു, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. നോക്കണേ, അത് പൗലോസ് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ടോ, ലൂക്കോസ് 6:27, ലൂക്കോസ് 6:35, മത്തായി 5:44 ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, ശത്രുവിനെ സ്നേഹിപ്പീൻ. വിശക്കുന്നതിന് കൊടുക്കുക മാത്രമല്ല, അവനെ സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. ശത്രുവിനെ സ്നേഹിക്കുവീൻ. പിന്നെ അടുത്തത് 13-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എല്ലാവർക്കും കടമയായുള്ളത് നിങ്ങൾ കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവർ നികുതി, ചുങ്കം കൊടുക്കേണ്ടവർ ചുങ്കം. 13:7 എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവർ നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അപ്പോൾ നോക്കണേ, മർക്കോസിൻ്റെ സുവിശേഷം 12:14-ലും 17-ലും നമ്മൾ വായിക്കുന്നു, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പീൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ റോമാ ഭരണത്തിന് കീഴിലായിരുന്നു പലസ്തീൻ നാട്. റോമാ ഭരണം അടിച്ചമർത്തിയ ഭരണമായിരുന്നു. അക്രമമായ നിയമവും ചുങ്കവും പിരിവും ഒക്കെ ആയിരുന്നു. തലക്കര നിർബന്ധമായി അടിച്ചേൽപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതോടെ 2 ദിരഹ്മ ഒരാണ്ടിൽ സർക്കാരിൽ അടയ്ക്കണമായിരുന്നു. ഒരു സ്വത്തുമില്ല, ഒരു തൊഴിലുമില്ല, ഒരു വരുമാനവുമില്ല, ഇൻകം ടാക്സ് അല്ല. ജീവിച്ചിരിക്കുന്നതുകൊണ്ട്, ഇവിടുത്തെ ശ്വാസം വലിക്കുന്നതുകൊണ്ട് 2 ദിരഹ്മ. 1 ദിരഹ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഒരു കൂലിക്കാരൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദിരഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിരഹ്മ എന്ന് പറയും. ഇന്നത്തെ പശ്ചാത്തലം എടുത്താൽ ഒരു ശരാശരി നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 750 രൂപ എന്ന് കൂട്ടിക്കോ. 750 രൂപ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ കൂലി നമ്മൾ 1500 രൂപ. ഒരാണ്ടിൽ 1500 രൂപ അടയ്ക്കണം, തലക്കരം അടയ്ക്കണം. അത്ര അന്യായ ചുങ്കമായിരുന്നു പിരിച്ചിരുന്നത്. എന്നിട്ടും കർത്താവ് അതിനെ വിമർശിച്ചില്ല. അത് കർത്താവിന് പ്രധാനമായിരുന്നില്ല. നോക്കണേ, സ്തോത്രം. മാത്രമല്ല കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് നിങ്ങൾ കൈസർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. കർത്താവിനെ പരീക്ഷിച്ചവർ ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയും, കണ്ടോ ജേലോട്സ് അന്യായത്തിന് കൂട്ടി നിന്നു എന്ന് പറയും. അല്ല, കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കണ്ട കരം കൊടുക്കുന്ന വിലക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാരിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി അവരങ്ങനെ ചെയ്ത് കർത്താവ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത്. കരത്തിലോ നാണയം കാണിക്കാൻ പറഞ്ഞു. നാണയം കാണിച്ചപ്പോൾ ഇതിൻ്റെ സ്വരൂപം മേലെടുത്തു. ആരുടെയാന്ന് ചോദിച്ചു. കൈസറുടെയാണ്. എന്നാൽ കൈസർക്കുള്ളത്, കൈസറുടെ സ്വരൂപം മേലെടുത്തുള്ള കൈസർ കൊടുത്തു. കർത്താവ് അവിടെ നിർത്തി ഒരു പ്രബോധനം കൊണ്ട് പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തു. ദൈവത്തിൻ്റെ സ്വരൂപവും മേലെടുത്തുള്ളത് നമ്മുടെ മേലാണ്. നമ്മളെ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിനോട്, നീ നിന്നെ തന്നെ ദൈവത്തിനും കൊടുക്ക്. നീ ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുത്തേര്. നോക്കണേ, പൗലോസ് പറയുന്ന അതേ വാക്ക്, സ്തോത്രം, കർത്താവ് പറഞ്ഞ അതേ വാക്ക് പൗലോസ് ഇവിടെ പ്രതിധ്വനിപ്പിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഉപദേശം നേരിട്ട് കേട്ടവനാണ് പൗലോസ്, അല്ലാതെ കോൺട്രഡിക്റ്റിംഗ് അല്ല. അടുത്തത് 13:8 നമ്മൾ വായിക്കുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പൗലോസ് പറയും. അപ്പം അന്യോന്യം സ്നേഹിക്കുവീൻ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുക, അന്യോന്യം സ്നേഹിക്കുവീൻ. ഇനി അടുത്തത് 13:8 പറയുന്ന 8-ന്റെ 2-ാം ഭാഗം, അന്യനെ സ്നേഹിക്കുന്ന ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അന്യനെ സ്നേഹിക്കുന്നവൻ, അതാണ് സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ ന്യായപ്രമാണം നിവർത്തിക്കുന്നു. അതുതന്നെ കർത്താവ് പറഞ്ഞു. മത്തായി 22-ന്റെ 39-ലും 40-ലും പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കുന്ന ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചിരിക്കുന്നു.
അപ്പോൾ കർത്താവ് പറഞ്ഞ അതേ വാക്കാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസിൻ്റെ ഉപദേശമല്ല, കർത്താവിൻ്റെ ഉപദേശം തന്നെയാണ്. സ്തോത്രം. ഇനി 13:9 പറയുന്നു, ഏത് കൽപ്പനയും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് സംക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് 13:9 നമ്മൾ വായിക്കുന്നു. മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. അത് പൗലോസ് പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞതിൻ്റെ പ്രതിധ്വനിയാണ് അതും. അത് കണ്ടില്ലേ, മത്തായി 7:12 മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനുഷ്യർക്ക് ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചിരിക്കുന്നതിന് തുല്യമായി എന്നുള്ളതാണ് കർത്താവ് തന്നെ പഠിപ്പിച്ച മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് പൗലോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. 17:12 മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്കും ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. പൗലോസ് പറയുന്നത് കണ്ടില്ലേ, 13:9 പറയുകയാണ്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ന്യായപ്രമാണം സ്നേഹിക്കുന്ന ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. നോക്കണേ, കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ പൗലോസ് ഇവിടെ പറയുകയാണ്. സ്തോത്രം. അടുത്തത്, നിങ്ങൾ സമയത്തെ അറിയുകയാൽ 13:11 പറയുന്നത്, ഇത് ചെയ്യേണ്ട ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസ സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നുവല്ലോ. കർത്താവ് പറയുമ്പോൾ നിങ്ങൾ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എന്താണ്? ലൂക്കോസ് 12-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞതായിട്ട് അവിടെയും വായിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന അതേ വാക്കുകൾ തന്നെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക. 12:57 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തതെങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? പ്രതിയോഗിയോട് അധികാരം ഇരിക്കുമ്പോൾ തന്നെ അവനോട് അല്ലെങ്കിൽ നിന്നെ ന്യായത്തിന് പരീക്ഷിച്ചുകൊണ്ട് ചെല്ലും. ഈ സമയത്തെ നിങ്ങൾ അറിയണം, നിങ്ങൾ സമയത്തെ അറിയണം എന്നുള്ളത് പൗലോസ് പറഞ്ഞത് കർത്താവിൻ്റെ വാക്കുകളെ പ്രതിധ്വനിപ്പിക്കുകയായിരുന്നു. നോക്കണേ, ഇനി 13:11 പറയുകയാണ്, രാത്രി കഴിവാറായ സമയം എടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരൂ. 11 ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. അവിടെ 13:11 പറഞ്ഞിരിക്കുന്നെങ്കിൽ മർക്കോസ് 13:36 ലൂക്കോസ് 21:25 കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകളുടെ പ്രതിധ്വനിയാണ് ഇവിടെ പൗലോസ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലൂക്കോസ് 21:28 നമ്മളിങ്ങനെ കാണുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും പടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉണർന്ന് തല പൊക്കുവീൻ, നിങ്ങൾ വരുന്നതുകൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. അതുപോലെ മർക്കോസ് 13:36 ഇതേ വാക്കുകൾ കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 13:36 യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴികൂന്ന് നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായികൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരെ കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. കണ്ടോ, ഉണർന്നിരിപ്പീൻ. അടുത്തത് പിന്നെയും പൗലോസ് പറയുന്ന വാക്കുകൾ, പൗലോസ് ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ പ്രതിധ്വനിക്കുന്നത് മറ്റൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. സഹോദരനെ വിധിക്കുന്നതെന്ത്? റോമർ 14:10-13 പറയുകയാണ്. അല്ല, നിങ്ങൾ സഹോദരനെ വിധിക്കുന്നതെന്ത്? സഹോദരനെ ധിക്കരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ന്യായസ്ഥലത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. പിന്നെ മത്തായി 7:1 പറയുക, കർത്താവ് പറഞ്ഞ വാക്കുകൾ, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്, സഹോദരനെ വിധിക്കരുത്. നോക്കണേ, യേശു പറഞ്ഞത് പൗലോസ് ഇവിടെ പ്രതിധ്വനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഇനി 14:13 പൗലോസ് പറയുന്നു, റോമർ, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവ് പറയുന്നത് കണ്ടില്ലേ, മത്തായി 12:36 കർത്താവ് പറയുന്ന വാക്കുകൾ, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 12:36 എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
കണ്ടോ, നാം ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. പിന്നെയും പൗലോസ് പറയുകയാണ് 14:13, റോമർ 14:13 പൗലോസ് പറയുന്നു, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കുക, സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. മറ്റുള്ളവന് ഇടർച്ച വെക്കരുത്. നോക്കണേ, കർത്താവ് പറയുന്നത് കണ്ടോ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ പവർഫുള്ളാണ്. അതായത് ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. കണ്ടോ, ഇടർച്ച വരുത്തുന്ന മനുഷ്യന്, സഹോദരൻ ഇടർച്ച വരുത്തരുത്, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. കണ്ടില്ലേ? ഇനിയും കർത്താവ് തന്നെ പൗലോസ് പറയുന്നത് 14:14-20 പറയുകയാണ്. 14-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിലും 20-ാമത്തെ വാക്യത്തിലും പറയുന്നു, നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ഇനി 20-ാമത്തെ വാക്യത്തിൽ ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാർ തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ, എല്ലാം ശുദ്ധം തന്നെ. എൻ്റെ കർത്താവ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നും സ്വതവേ മലിനമല്ല എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് 15:11 നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. കണ്ടോ, സ്തോത്രം, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു, അങ്ങോട്ട് ചെല്ലുന്നതല്ല. അതുപോലെ മർക്കോസ് 7:19 കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ഇതേ ആശയം ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? നോക്കണേ, അത് അവൻ്റെ ഹൃദയത്തിൽ അല്ല വയറ്റിലത്ര ചെല്ലുന്നത്. പിന്നെ മറുപുരിയിലേക്ക് പോകുന്നു, ഇങ്ങനെ സകല പൂജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, കർത്താവ് പറഞ്ഞതും പൗലോസ് പറയുന്നതുമായി എന്ത് ചേർച്ചയിലാണ് പോകുന്നത്. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് പൗലോസ് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവും അത് തന്നെ പറഞ്ഞിരിക്കും. കർത്താവിൻ്റെ വാക്കുകൾ പൗലോസ് ഇവിടെ പ്രതിധ്വനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 14:17 റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ ഈ ഭക്ഷണ കാര്യങ്ങളിൽ അമിത പ്രാധാന്യം കൊടുത്ത് എന്നാ തിന്നുന്നത്, എന്നതാ കുടിക്കുന്നത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ലെന്നാണ്. സ്തോത്രത്തോടെ നമ്മൾ അനുഭവിക്കണം. ഹൃദയപൂർവ്വം നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്ന ഏതൊരു ഭക്ഷണ സാധനവും നമുക്ക് ഭക്ഷിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് മത്തായി 6:25, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. നോക്കണേ, സ്തോത്രം എന്ന് കർത്താവ്. അപ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളുടെ ഒരു പ്രതിധ്വനിയാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. അപ്പോൾ റോമാലേഖനം 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ താരതമ്യം ചെയ്ത് ഇത് മുക്കാലും മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളായിരുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളാണ് പൗലോസ്ലീഹ തൻ്റെ പ്രബോധനമായി റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ചത് തന്നെയാണ് പൗലോസ്ലീഹായും പഠിപ്പിച്ചത്. അല്ലാതെ യേശു ലളിതമാക്കി പൗലോസ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയെന്നും യേശു പഠിപ്പിച്ചിൽ നിന്നും വ്യത്യാസപ്പെട്ടാണ് പൗലോസ് പറയുന്നതെന്നും ഒരിക്കലും ആരും തെറ്റായി ധരിക്കരുത്. കർത്താവിൽ നിന്ന് നേരിട്ട് പൗലോസ് പ്രാപിച്ചത് ഭക്ഷണം തന്നെ. ഒടുവിൽ പറഞ്ഞത് ഭക്ഷണ കാര്യമാണല്ലോ. ഇതാ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇപ്പം പല ആളുകൾക്കും ഭക്ഷണം 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 അതാണ്. എൻ്റെ പ്രിയ സഹോദരൻ, അതാണ് ജുഡൈസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളായ ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞും അവർ പിന്നെയും യഹൂദ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷ്യ നിയമങ്ങൾ ആചരിക്കണം എന്നുള്ള നിലയിലായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അകത്തോട്ട് ചെല്ലുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വചനം പറഞ്ഞു, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ഇപ്പോൾ അന്യായമായ നിലയിൽ നമ്മൾ നേടിയ എന്തെങ്കിലും ഒരു കാര്യം
അന്യായമായ രീതിയിൽ നമ്മൾ നേടിയ കാര്യമാണെങ്കിൽ നമുക്ക് ഹൃദയപൂർവ്വം ആ കാര്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ന്യായവും നീതിയുമായ നിലയിൽ നാം എന്ത് ഭക്ഷണമായാലും, എന്ത് വസ്ത്രമായാലും, എന്ത് നന്മയാണെങ്കിലും അത് ന്യായമായ രീതിയിലാണ് നമ്മളത് നേടിയിരിക്കുന്നതെങ്കിൽ സ്തോത്രത്തോടെ അത് അനുഭവിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഭക്ഷണം സ്തോത്രം പറഞ്ഞ് ഹൃദയപൂർവ്വം നമ്മൾ ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിനും മീതെ സ്തോത്രം പറയാൻ കഴിയുമോ? എൻ്റെ ദൈവമേ, അവിടുന്ന് ഇത് ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് നിർമ്മല ഹൃദയത്തോടെ പറഞ്ഞിട്ട് ഭക്ഷിക്കാൻ കഴിയുന്ന ഏത് കാര്യമായാലും അത് സ്വീകാര്യമാണ്, അത് വിശുദ്ധമാണ് എന്നാണ് പൗലോസ്ലീഹ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അത് യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശമാണ്. ഒരു ഭക്ഷണവും അതിൽ തന്നെ അശുദ്ധമല്ല. ഒരു ഭക്ഷണവും അതിൽ തന്നെ അശുദ്ധമല്ല. ഇവിടെ ഇന്ന് ഒത്തിരി പേര് മതാചാരപ്രകാരം ഒത്തിരി കാര്യങ്ങൾ, ഭക്ഷണമാണ് പ്രധാനം, എന്നിട്ട് വേറൊരുത്തരം ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം അശുദ്ധമാണ്. എൻ്റെ പൊന്നു സൗരങ്ങളെ, അന്യായമായി സമ്പാദിച്ചത് അശുദ്ധമാണ്, അല്ലാത്തത് ദൈവം നമുക്ക് തന്നതാണ്. അത് നമ്മൾ ഭക്ഷിക്കാം. സ്തോത്രം പറഞ്ഞിട്ട് ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഭക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ നമ്മുടെ ഏത് നന്മയാണെങ്കിലും സ്തോത്രം പറഞ്ഞുകൊണ്ട് ധരിക്കാൻ കഴിയുന്ന വസ്ത്രമേ ധരിക്കാവൂ. സ്തോത്രം നിർമ്മല ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ധരിക്കാവുന്നത് അതേ ധരിക്കാവൂ. അങ്ങനെയുള്ള ഭക്ഷണമേ കഴിക്കാവൂ. ഇത് അപ്പോൾ പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്ന 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രായോഗിക പ്രബോധനങ്ങൾ യേശുക്രിസ്തു താൻ തന്നെ പഠിപ്പിച്ചതിൻ്റെ പ്രതിധ്വനിയായിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങളത് അംഗീകരിക്കരുത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ പൗലോസ് യേശുവിൻ്റെ ഉപദേശം സ്തോത്രം പ്രതിധ്വനിപ്പിക്കുന്ന ഒരു ശിഷ്യനായിരുന്നു. സ്തോത്രം ആട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിൻ്റെ ഉപദേശം നമുക്കൊന്നും കൂടി പ്രായോഗിക തലത്തിൽ പൗലോസ്ലീഹ ഇവിടെ തന്നിരിക്കുക. കർത്താവ് പറഞ്ഞത് തീർച്ചയായിട്ടും പ്രായോഗിക തലത്തിൽ തന്നെയായിരുന്നു. എന്നാൽ കർത്താവ് പഠിപ്പിച്ചതിനോടൊന്നും മെച്ചപ്പെടുത്താൻ പൗലോസിനെ കൊണ്ട് കഴിയുകയില്ല. അത് ഒന്നും കൂടി പ്രതിധ്വനിപ്പിക്കുന്നത് പോലെയാണ് പൗലോസ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധിച്ച് പഠിക്കുകയും പ്രായോഗിക വരുത്തുവാൻ നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഉപദേശവും പ്രബോധനങ്ങളും നൽകിയിരിക്കാൻ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവെ, അത് പൗലോസ്ലീഹായും അതേ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് അങ്ങന്ന് പഠിപ്പിച്ചത് പ്രതിധ്വനിപ്പിച്ച് തന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിനുള്ള മാർഗരേഖ അവിടുത്തെ തിരുവെഴുത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. അതിനോട് വിശ്വസ്തത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആന്തരികമായ രൂപാന്തരമാണ് പ്രധാനമെന്നും ബാഹ്യമായതിനേക്കാൾ സ്തോത്രം പ്രധാനം ആന്തരികമാണെന്നും ഞങ്ങളെ അവിടുന്ന് പ്രബോധിപ്പിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ആന്തരിക രൂപാന്തരം വരുമ്പോൾ അത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങനെ തിരുമേനിക്ക് പ്രസാദകരമായ നിലയിൽ ജീവിപ്പാൻ, സമർപ്പിക്കപ്പെട്ട ശരീരവും പുതുക്കപ്പെട്ട മനസ്സുമുള്ള യഥാർത്ഥ ആരാധകരായി ജീവിക്കുവാൻ തിരുമേനി ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. സ്തോത്ര കേൾവിക്കാരായ സഹോദരങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവരെ തിരുമേനി പ്രത്യേക ആൾക്കാർ തരണമേ. ഞെരുങ്ങുന്നവർക്ക് വിശാലത വരുത്തണമേ. രോഗികളുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുവാൻ പ്രസാദിക്കണമേ. ആരും ഞരങ്ങിപ്പോകാനിടയാകാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവിടെയും വരുവാനുള്ളതിലും നിലനിൽക്കുവാൻ, അങ്ങയോടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ, അങ്ങയെ വിശ്വസിച്ചും ആശ്രയിച്ച് നിൽക്കുവാൻ കൃപ നൽകണം. മഹത്വത്തോട് നിൽക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.